إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയായിരുന്നു സഹാബാക്കളും അതുപോലെ തന്നെ താബികളും അങ്ങനെയുള്ള എല്ലാ സലഫുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അഥവാ നബിയോടുള്ള മഹബ്ബത്ത് കാണിക്കുക എന്നുള്ളതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ബിദ്അത്തിന്റെ ആളുകൾ അവർ പല നിലക്കും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാറുണ്ട്. നമ്മെപ്പറ്റി അവർ പറയാറുള്ളൊരു വാദം, നമ്മൾ സ്വലാത്ത് ചെല്ലാത്തവരാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളതിന്റെ പ്രാധാന്യവും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന വലിയ ഗുണങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം നമസ്കാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിച്ച സന്ദർഭങ്ങളിലുമല്ലാതെ തന്റെ ജീവിതത്തിന്റെ പല സമയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും ചെയ്തുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് സ്വലാത്ത് എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. സ്വലാത്തിന്റെ ഗുണം കിട്ടണമെങ്കിൽ എന്താണ് സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നമസ്കാരങ്ങളിലും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സ്വലാത്ത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലയുടെ ഒരു ഉദ്ധരണി എടുത്തു കൊടുക്കുന്നുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുല്ല പറഞ്ഞു, ഖാല അബുൽ ആലിയ
ഇമാം അബുൽ ആലിയ റഹ്മഹുല്ല പറഞ്ഞു, സ്വലാത്തുല്ലാഹി തആല, നമ്മൾ അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിന്റെ സ്വലാത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, സനാഉഹു അലൈഹി അൻദൽ മലായിക, മലക്കുകളുടെ അടുക്കലിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുകയാണ്, സനാ ചെയ്യുകയാണ്. വസ്സലാത്തുൽ മലായിക, മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞ അദ്ദുആ, പ്രാർത്ഥനയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആയത്തിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ, ശരിയായ അഭിപ്രായം അനുസരിച്ച്, ചില സലഫുകളൊക്കെ മുൻഗണന കൊടുത്ത അഭിപ്രായം അനുസരിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല മലഉൽ അലയിൽ വെച്ച് അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം സിദ്ധിക്കപ്പെട്ട കോടാനുകോടി മലക്കുകൾക്കിടയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പുകഴ്ത്തുകയാണ്. അഥവാ സ്തുത്യർഹമായ ഹമീദായ നല്ല ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയും. അതാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് നൽകണം എന്ന് പറഞ്ഞ, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മളിൽ നിന്നുള്ളൊരു ദുആയാണ്, അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മലക്കുകൾക്കിടയിൽ വെച്ച് നീ സനാ ചെയ്യണമേ എന്നുള്ളൊരു ദുആ. അതാണ് നമ്മൾ ചെയ്യുമ്പോൾ. മലക്കുകളിൽ നിന്നും അതുമാണ്. ധാരാളം കോടാനുകോടി മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സനാ പുകഴ്ത്താൻ വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. അതാണ് സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലൂടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകളൊക്കെ വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാമ സഅദി റഹ്മഹുല്ലാ അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഫീഹി തംബീഹുൻ, ഈ ആയത്തിൽ ഒരു ഉണർത്തലുണ്ട്, അലാ കമാലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണതയെ കുറിച്ചൊരു ഉണർത്തലുണ്ട്. വരിഫഅതി ദറജതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദറജയുടെ പദവിയുടെ സ്ഥാനം. ഇവിടെ നമ്മൾ ആലോചിച്ചു നോക്കുക, കോടാനുകോടി മലക്കുകൾ. നമുക്കറിയാം, ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്, ഏഴാം ആകാശത്തുള്ള ബൈത്തുൽ മഅമൂറിലേക്ക് ദിവസവും 70,000 മലക്കുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന മലക്കുകളൊന്നും തിരിച്ചു വരുന്നില്ല. ദിവസവും 70,000 മലക്കുകൾ ബൈത്തുൽ മഅമൂറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ഈ കോടാനുകോടി മലക്കുകളുടെയും സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഉണ്ടാവുകയാണ്. അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെ അറിയിക്കുന്നുണ്ട്. ആ മലക്കുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, അവർ സനാ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വഅലു ഫി മൻസിലതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തിന്റെ ഉന്നതി ഈ ആയത്തിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലുള്ള, വഇൻദ ഖൽഖി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ അടുക്കലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവിയുടെ ആ ഉലുവ്, ഉന്നതി ഇതിൽ വ്യക്തമാക്കി തരുന്നുണ്ട്. വറഫ്ഇ സിക്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സ്മരണയെ അത് ഉയർത്തി തരുന്നുണ്ട്. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൈഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്, അയ്യുസ്നില്ലാഹു അലൈഹി ബൈനൽ മലായിക, മലക്കുകൾക്കിടയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. വഫിൽ മലഇൽ അലാ, മലഇൽ അലയിൽ വെച്ച്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു പുകഴ്ത്തുന്നത്? ലിമഹബ്ബതിഹി തആല ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. അതേപോലെ തന്നെ വതുസ്നി അലൈഹിൽ മലായികത്തുൽ മുഖറബൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മലക്കുകളും പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. വയദഊന ലഹു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹുവോട്. വയതദറഊൻ, അവർ വിനയം കാണിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടുടനെ പറഞ്ഞു, സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, അല്ലാഹുവും മലക്കുകളും സലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മോടുള്ള അല്ലാഹുവിന്റെ കൽപ്പനയാണ് എന്താ? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ
സ്വലാത്ത് ചെല്ലണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നതിന്റെ ഉദ്ദേശം ഇഖ്തിദാഅൻ ബില്ലാഹി വ മലായികഹ, മലക്കുകളെയും അല്ലാഹുവിനെയും മലക്കുകളെയും പിൻപറ്റിക്കൊണ്ടാണ്. ആദ്യം അല്ലാഹുവും അവന്റെ റസൂലും സ്വലാത്ത് ചൊല്ലുന്ന അല്ലാഹു പഠിപ്പിച്ചു. അതേപോലെ തന്നെ വ തക്മീലൻ ലിഈമാനിക്കും, സ്വലാത്ത് ചെല്ലുന്നതിലൂടെ നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന കാരണമായി കൊണ്ട് നമ്മുടെ ഈമാൻ അത് പരിപൂർണമാവുകയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തഅസീം മഹത്വപ്പെടുത്തലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള മഹബ്ബത്താണ്. അപ്പൊ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത്, സ്നേഹം കാണിക്കലാണ്. വഇക്റാമൻ, ആദരവ് കാണിക്കലാണ്. മാത്രമല്ല വസിയാദതൻ ഫീ ഹസനാതികും, നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ നന്മകൾ വർദ്ധിക്കുകയാണ്, അതിനു വേണ്ടിയാണ്. മാത്രവുമല്ല ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് വതക്ഫീറൻ മിൻ സയ്യിആതികും, നിങ്ങളുടെ തിന്മകൾ അതുകൊണ്ട് മായ്ക്കപ്പെടും. അത് ഹദീസിൽ വന്നതാണ്. എന്നിട്ട് ഇമാം അസ്സഅദി റഹ്മഹുല്ലാ ആ സ്വലാത്തിന്റെ രൂപം അവിടെ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, വഹാദൽ അംറു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കൽപ്പന, ഈ സ്വലാത്തും സലാമും ചെല്ലാൻ വേണ്ടിയുള്ള ഈ കൽപ്പന ഉണ്ടല്ലോ, വഹാദൽ അംറു ബിസ്സലാത്തി വസ്സലാമി അലൈഹി മശ്റൂഉൻ ഫി ജമീഅൽ ഔഖാത്ത്, എല്ലാ സമയത്തും അത് ശറഅക്കപ്പെട്ട കാര്യമാണ്. നമസ്കാരത്തിൽ സ്വലാത്ത് എന്ന് പറയുമ്പോൾ അത് മുർജൂബിന്റെ സന്ദർഭങ്ങൾ ഉണ്ടാകും, മുസ്തഹബ് സുന്നത്തായ പുണ്യം ലഭിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. ഉദാഹരണമായി നമസ്കാരത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, ധാരാളം ഉലമാക്കൾ നമസ്കാരത്തിൽ അത് വുജൂബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമസ്കാരത്തിൽ തശഹൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വുജൂബാണ്. ചില പണ്ഡിതന്മാർ റുക്നാണ്, അതില്ലാതെ നമസ്കാരം സ്വഹീഹാകുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ചില ആളുകൾ അത് സുന്നത്താണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും വുജൂബിന്റെ സന്ദർഭമുണ്ട്, ആ സമയത്ത് നിർബന്ധമായി നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അതല്ലാത്ത നമസ്കാരത്തിന് പുറമെ നമ്മുടെ ഏത് സമയത്തും, നമ്മുടെ ജീവിതത്തിന്റെ ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദുആ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചാൽ അതുകൊണ്ടൊക്കെ വലിയ പുണ്യമാണ്. നമ്മുടെ തിന്മകൾ മായ്ക്കപ്പെടുകയും അതുപോലെ തന്നെ പല ഗുണങ്ങളും അതുകൊണ്ട് നമുക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇവിടെ ആയത്തിൽ സലാം, സ്വലാത്തും സലാമും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സലാം? അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. സ്വലാത്ത് എന്ന് പറഞ്ഞ അള്ളാഹുവിൽ നിന്നാകുമ്പോ മലക്കുകൾക്കിടയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്തുത്യർഹമായ നല്ല ഗുണങ്ങൾ വെച്ച് പുകഴ്ത്തലാണ്. നമ്മളിൽ നിന്ന് പറയുമ്പോൾ അള്ളാഹുവുള്ള ദുആയാണ്, മലക്കുകളിൽ നിന്നും അങ്ങനെ തന്നെ. ഇനി സലാം ഉണ്ടാവണേ എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവോടുള്ള പ്രാർത്ഥനയാണ്. എന്താ? എല്ലാ ആപത്തുകളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാമത്തുണ്ടാകണേ എന്നാണ്. അതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ആ സലാമത്തിൽ തന്നെ പെടുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെയും മതനിയമങ്ങളെയും അത് സലാമത്തോടുകൂടി നിലനിർത്താൻ വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നുള്ളത് അതിൽ ഉൾപ്പെടുമെന്ന് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹി റിയാദുസ് സ്വാലിഹീന്റെ ശറഹിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഏതായാലും സ്വലാത്തും സലാമും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. നമുക്ക് കഴിയുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്താണ്. ബിദ്അത്തിന്റെ ആളുകൾ അവർ സലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ, വ്യത്യസ്ത നിലയ്ക്ക് അവർ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ പാടെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകരുത്. തൗഹീദിന്റെ ആളുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ സ്വലാത്ത് ചെല്ലാൻ ഉപയോഗപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം നമ്മൾ. അതുകൊണ്ടുള്ള ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഔലൻ നാസി ബി യൗമൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജനങ്ങളിൽ വെച്ച് എന്നോട് ഏറ്റവും അർഹമായവൻ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അർഹനായവൻ അക്സറുഹും അലയ്യ സ്വലാത്താന, എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചവരാണ്. അതിന്റെ ശറഹിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് വിശദീകരിച്ചത് കാണാം, അഖ്റബുഹും മിൻഹു, ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അഖ്റബായവൻ, അടുത്തു നിൽക്കുന്നവൻ മൻ സ്വല്ലാ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയവനാണ്. മാത്രവുമല്ല മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും,
അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു, മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഗുണം എത്ര വലിയ ഗുണമാണ്. എന്താ പറഞ്ഞത്? മൻ, ആരെങ്കിലും, സ്വല്ലാ അലയ്യ സ്വലാത്തൻ, എന്റെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ എന്ന, അല്ലാഹു അവന്റെ മേൽ 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലും. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് ശറഹിൽ പറയുന്നത് കാണാം, സല്ലല്ലാഹു അലൈക ബിഹാ അശ്റ മർറാത്തിൻ, 10 തവണ. ഒരു തവണ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അതിന് പകരമായി 10 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലിയ നമ്മുടെ മേൽ സ്വലാത്ത് ചൊല്ലും എന്ന് പറഞ്ഞ ഫഅസ്നല്ലാഹു അലൈക ഫിൽ മലഇൽ അഅല അശ്റ മർറാത്തിൻ, മലഉൽ അഅലയിൽ വെച്ച് മലക്കുകൾ, കോടാനുകോടി മലക്കുകൾക്കിടയിൽ വെച്ച് നമ്മെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തുമെന്നാണ് 10 തവണ. ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈമാനുള്ള പരലോക വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുമ്പോൾ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഒരു സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് 10 തവണ നമ്മെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളുടെ മുമ്പിൽ വെച്ച് സനാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഭാഗ്യം എന്താ? അതൊരു മുഅ്മിന്റെ വലിയൊരു ഭാഗ്യമാണ്. ഏറ്റവും വലിയൊരു സന്തോഷമാണ് അവനുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ കേവലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് നാവ് കൊണ്ട് പറയാതെ, അല്ലാഹുമ്മ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഹദീസുകളുടെ മനസ്സിലാക്കി നമ്മുടെ ഏത് സമയത്തും നമുക്ക് ചെല്ലാൻ പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ സലാത്ത് വർദ്ധിപ്പിച്ചാൽ ഈ ഒരു ഗുണം നമുക്ക് ലഭിക്കുകയാണ്. അതൊരു മുഅ്മിനിന്റെ വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഏത് സമയത്തും നിങ്ങൾ സലാത്ത് ചൊല്ലുക. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച എന്റെ മേൽ സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണമേ എന്ന് ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഔസ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന മിൻ അഫ്ദലി അയ്യാമിക്കും യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ അഫ്ദലായ ശ്രേഷ്ഠമായതിൽപ്പെട്ടതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസത്തിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത്. അതുകൊണ്ട് ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹ്, ആ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്ത് അത് എനിക്ക് എത്തുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കും. ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വകൈഫ തുഅറദു സ്വലാത്തുന അലൈക, ഞങ്ങളുടെ സ്വലാത്ത് താങ്കൾക്ക് എങ്ങനെയാണ് പ്രദർശിപ്പിക്കപ്പെടുക? വഖദ് അറംത, അല്ല നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ മരിച്ചു പോയാൽ മണ്ണ് ശരീരം തിന്ന് നുരുമ്പി എല്ലാകുന്ന അവസ്ഥയല്ലേ, പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, ഇന്നല്ലാഹ ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ മേൽ ആ അമ്പിയാക്കന്മാരുടെ ശരീരങ്ങളെ മണ്ണി തിന്നുക എന്ന ആ ഒരു സംഭവം നിഷിദ്ധമാക്കി. അഥവാ അമ്പിയാക്കന്മാരുടെ അവരുടെ ശരീരം അത് മണ്ണ് തിന്നുക എന്ന് ദ്രവിച്ചു പോകുന്ന ഒരവസ്ഥ ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിട്ടുണ്ട്. അത് ഹദീസിൽ വ്യക്തമായ കാര്യമാണ്. എന്നാൽ അമ്പിയാക്കളല്ലാത്ത ആളുകളുടെ ശരീരം മണ്ണ് തിന്നുമോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. നിർണയിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ, ഏതെങ്കിലും ഒരു സ്വാലിഹായ മനുഷ്യൻ, സഹാബാക്കളായാൽ പോലും ഒരു വ്യക്തിയെ നിർണയിച്ചുകൊണ്ട് ഇന്ന ആളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് പറയാനുള്ള ഒരു ദലീലും ഒരു തെളിവും എവിടെയില്ല. എന്നാൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ കറാമത്ത് എന്ന നിലക്ക് ചില ആളുകളുടെ മയ്യത്ത് അത് മണ്ണ് തിന്നാത്ത അവസ്ഥ ഉണ്ടാകും. അത് പാടയെ നിഷേധിക്കാനും വകയില്ല. ചില സംഭവങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കറാമത്ത് എന്ന നിലക്ക് അള്ളാഹു തിരഞ്ഞെടുക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോ മണ്ണ് തിന്നാതെ അതേ അവസ്ഥയിൽ ആളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറിലും സംരക്ഷിക്കും എന്നുള്ളത് ചിലപ്പോൾ സംഭവിച്ചേക്കാം. ചില സംഭവങ്ങൾ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കാണാൻ സാധിക്കും. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു
അദ്ദേഹത്തിന്റെ പിതാവ് ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവത്തിൽ കാണാൻ സാധിക്കും, സ്വഹീഹിൽ കാണാം, ഫസ്തഖറജ്തുഹു ബഅദ 6 അശ്ഹുരിൻ, 6 മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഉപ്പയെ ഞാൻ പുറത്തെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എടുത്തപ്പോ ഫഇദാ ഹുവ കയൗമി വദഅതുഹു ഹുനയ്യ, അടുത്ത ദിവസം വെച്ചതുപോലെ ഒന്നും സംഭവിക്കാത്ത രൂപത്തിൽ എൻ്റെ ഉപ്പ ആ ഖബറിൽ അദ്ദേഹം കണ്ടു എന്നാണ്. ഗൈറ ഉദുനിഹി, അദ്ദേഹത്തിന്റെ ചെവി ഒഴികെ. ചെവി പണ്ഡിതന്മാർ വിശദീകരിച്ചു, ചെവി നമ്മുടെ ഖബറിൽ ചെവി മണ്ണിനോട് ചേർത്ത് വെച്ച കാരണത്താൽ ചെറിയ ഒരു മാറ്റങ്ങൾ ചെവിക്ക് സംഭവിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങൾ അതേപോലെ 6 മാസത്തിന് ശേഷവും ഖബറിലുള്ളതായി ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും. അപ്പൊ അത് സംഭവിക്കുന്നതാണ്. അതല്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, എത്ര വലിയ ദുനിയാവിന് വേണ്ടി പരലോകത്തെ മറിഞ്ഞ് അഹങ്കാരിയായി ജീവിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും പ്രസവിച്ചത് മുതൽ മരിക്കുന്നത് വരെ ആഡംബര ജീവിതം നയിച്ചവനും ദുനിയാവിന്റെ അങ്ങേയറ്റം സുഖം സഹിച്ചവനും മരിക്കുമ്പം ആ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അവന് പിന്നെ അവന്റെ ശ്വാസം നിലച്ച കാരണത്താൽ, വായു ഇല്ലാത്ത, ഓക്സിജൻ ഇല്ലാത്ത കാരണത്താൽ അള്ളാഹുവിന്റെ പ്രക്രിയ കൊണ്ട് പിന്നെ പുഴുക്കളും അങ്ങനെ അവന്റെ ശരീരത്തിൽ വരികയും അങ്ങനെ അവന്റെ ശരീരം പുഴുക്കൾ തിന്ന് മുടികളും അതുപോലെ തന്നെ വിരൽ തുമ്പുകളും നഖങ്ങളും പറഞ്ഞുപോയി, ഉള്ളിലുള്ള അവയവങ്ങൾ, കരള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചീഞ്ഞുപോയി, ദുർഗന്ധമായി പോയി, അങ്ങനെ ദ്രവിച്ച് വലിയ ഒരു അസ്ഥികൂടമാകുന്ന അവസ്ഥ. അതാണ് മനുഷ്യന് ഖബറിലെത്തിയാൽ സംഭവിക്കാനുള്ളത്. ഇത് ആലോചിക്കാത്തത് കൊണ്ടാണ് പല ആളുകൾക്കും ദുനിയാവിലുള്ള അള്ളാഹുവെ മറന്നുകൊണ്ടുള്ള ജീവിതവും അഹങ്കാരവും ഉണ്ടാവാൻ കാരണം. അപ്പോൾ ഏതായാലും അമ്പിയാക്കളുടെ ശരീരം അത് മണ്ണ് തിന്നുകയില്ല എന്നത് വ്യക്തമായ തെളിവുള്ള കാര്യമാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. മാത്രവുമല്ല, സ്വലാത്തിന്റെ രൂപം പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ ഏറ്റവും അഫ്ദലായ രൂപങ്ങൾ വ്യത്യസ്ത നിലയ്ക്ക് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വലാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം എന്ന ആ കിതാബ് ഇന്ന് മലയാളത്തിലേക്ക് പല ആളുകളും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിൽ വ്യത്യസ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തിന്റെ രൂപങ്ങൾ അതിലുണ്ട്, അത് പഠിക്കുക, മാറി വ്യത്യസ്തമായത് ചെല്ലുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതുമായി പഠിക്കാൻ ആഗ്രഹമുള്ളവർ അത് ചെയ്യേണ്ടതാകുന്നു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതല്ലാതെ ഒരാൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞു, അവൻ ഉദ്ദേശിക്കുന്നത് സ്വലാത്തിന്റെ ഗുണമാണ്, അവന്റെ നിയ്യത്താണ്, അതുകൊണ്ടൊക്കെ അവന് പുണ്യം ലഭിക്കുന്നതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം, ഇങ്ങനൊക്കെ പറഞ്ഞാൽ അവന്റെ നിയ്യത്ത് അടിസ്ഥാനത്തിൽ, അവന്റെ മനസ്സിലുള്ള ഉദ്ദേശാടിസ്ഥാനത്തിൽ അവൻ അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സ്വലാത്ത് ഉണ്ടല്ലോ, ഇപ്പൊ ബാങ്കിന് ശേഷം സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ പല സന്ദർഭങ്ങളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്തവനെ സംബന്ധിച്ച് വളരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാം, റഹിമ അൻഫു റജുലിൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി, എന്റെ പേര് ഒരാളുടെ അടുക്കൽ പറയപ്പെടുകയും എന്നിട്ട് അവൻ സ്വലാത്ത് ചെല്ലാത്തവൻ, അവൻ, അതൊരു പ്രയോഗമാണ് റഹിമ അൻഫു റജുലിൻ എന്ന് പറഞ്ഞ അത് ശറഹിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, ലസിഖ അൻഫുഹു ബിത്തുറാബ്, അവന്റെ മൂക്ക് മണ്ണുമായി ചേരട്ടെ എന്നാണ്. എന്ന് പറഞ്ഞ ഒരു നിന്ദതയുടെ അൻഹുസൂലി ദുല്ല, ഒരു നിന്ദത ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു വാക്കാണത്. അപ്പൊ അത്രക്കും നിന്ദത നിലക്കാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോഴും നമ്മൾ സലാത്ത് ചെല്ലേണ്ട സന്ദർഭമാണ്, നമ്മൾ ചെല്ലാൻ ശ്രദ്ധിക്കണം. അതല്ലാത്ത സന്ദർഭങ്ങളിലും ഏത് സമയത്തും നമ്മൾ സലാത്ത്, നമ്മുടെ ജീവിതത്തിന്റെ ഏത് നിമിഷങ്ങളും നമ്മൾ സലാത്ത് വർദ്ധിപ്പിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള മഹബ്ബത്ത് പൂർണ്ണമാകാൻ വേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണം നമ്മൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ 10 തവണ പുകഴ്ത്തുകയാണ്, വലിയ സൗഭാഗ്യമാണ് അതുകൊണ്ടൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അമ്മാ ബഅദു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കുന്ന മഹബ്ബത്തിൽപ്പെട്ടതാണ്. അത് ചൊല്ലുന്നത് മൂലം നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളുമാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. ഇനി സ്വലാത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശദീകരിക്കുകയാണ്. സ്വലാത്ത് എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്കൊരു സംശയം ഉണ്ടാവും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലാറുള്ളത്. അപ്പൊ നമുക്കൊരു സംശയം വരും, അമ്പിയാക്കളല്ലാത്ത പ്രവാചകന്മാരല്ലാത്ത ആളുകളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായേക്കാം. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം വിശദീകരിച്ചത് കാണാം. അമ്പിയാക്കളല്ലാത്ത പ്രവാചകന്മാരല്ലാത്തവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് തബഈയായ രൂപത്തിലാണെങ്കിൽ കമാ തഖദ്ദമൽ ഹദീസ്, അഥവാ നമ്മൾ സ്വലാത്തിലൊക്കെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബഈയ എന്ന നിലയ്ക്ക് ആദ്യം നബിയെ പറഞ്ഞു, പിന്നെ പിന്തുടർത്തി ആല് കുടുംബത്തിന്റെ മേൽ, സഹാബാക്കളുടെ മേൽ, അങ്ങനെ പിന്തുടർത്തി സ്വലാത്ത് പറയുക എന്നുള്ളത് അത് ജായിസും ബിൽ ഇജ്മാ, ഇത് തർക്കമില്ലാതെ ഇജ്മാ കൊണ്ട് ജായിസായ സന്ദർഭമാണ്. നമ്മൾ പൊതുവെ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. അത് നബി സല്ലല്ലാഹു സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്നൊക്കെ അല്ല അസ്ഹാബുകളുടെ മേൽ അങ്ങനെ പിന്തുടർത്തി നബിന്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞ് പിന്നെ പിന്തുടർത്തി നമ്മൾ പറയുക എന്നുള്ളത് അതാർക്കും ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. എന്നാൽ ഇബ്നു കസീർ റഹ്മഹുല്ലാ പറഞ്ഞു, വഇന്നമാ വഖഅൻ നിസാഉ ഫീമാ ഇദാ അഫ്റദ ഗൈറൽ അംബിയാ, അമ്പിയാക്കളെ അല്ലാതെ മറ്റുള്ളവരെ അവരുടെ ഒറ്റയ്ക്കൊരാളുടെ മേൽ സ്വല്ലല്ലാഹു അലൈക്ക് എന്നിങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ളതിലാണ് തർക്കമുള്ളത്, അഭിപ്രായ വ്യത്യാസമുള്ളത്. ഏറ്റവും സ്വഹീഹായ അഭിപ്രായം അനുസരിച്ച് അത് പറയാമെന്നാണ്. പറയുമ്പം സൂക്ഷിക്കേണ്ട കാര്യം, ഒരാൾക്കുള്ള ഒരു പ്രത്യേകം ആളെ പ്രത്യേകം നിശ്ചയിച്ചുകൊണ്ട്, ഇപ്പൊ അലി റളിയല്ലാഹു അൻഹുവിനെ ഷിയാക്കൾ പ്രത്യേകം സല്ലല്ലാഹു അലൈഹി എന്നൊക്കെ പറയും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. അതല്ലാതെ ഒരാൾ പ്രത്യേകിച്ച് ഒരു സ്വതക്കൊക്കെ നമ്മൾ സ്വതക്ക കൊണ്ടെത്തന്നാൽ സല്ലല്ലാഹു അലൈക്ക് എന്ന് പറയാം, അത് ജായിസാണ്. അതിന് സലഫുകൾ തെളിവ് പിടിച്ചത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ വസല്ലി അലൈഹിം. അവരുടെ അടുക്കൽ അവരുടെ സമ്പത്തിൽ നിന്ന് സ്വതക്കയെ നീ സ്വീകരിക്കണം, അവരെ ശുദ്ധീകരിക്കുന്ന, അതുകൊണ്ട് അവരെ സംസ്കരിക്കുന്ന ആ സ്വതക്ക അവരിൽ നിന്ന്, സക്കാത്ത് നീ അവരുടെ സമ്പത്തിൽ നീ വാങ്ങണം. വസല്ലി അലൈഹിം, എന്നിട്ട് അവരുടെ മേൽ നീ സ്വലാത്ത് ചെയ്യുകയും ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതേപോലെ മറ്റൊരു സംഭവവും കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സദഖയുമായി ആളുകൾ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്ത് ചെല്ലാറുണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗൽ പോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സദഖ നൽകി കൊണ്ടുചെന്ന് കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ ആലി അബി ഔഫ, അബൂ ഔഫാന്റെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ഉണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാള് ഒരു ചിഹ്നമല്ലാത്ത നിലയ്ക്ക് പ്രത്യേകം പുകഴ്ത്താതെ സ്വതക്ക നൽകുന്ന സന്ദർഭത്തിൽ സല്ലല്ലാഹു അലൈക്ക് എന്ന് പറയാം. അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പോലെ പല പണ്ഡിതന്മാരും വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്, പൊതുവെ ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, സ്വലാത്തും ചെല്ലണം സലാമും ചെല്ലണം എന്നാ രണ്ടും ആയത്തിൽ അടുപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വലാത്ത് മാത്രം പറയാൻ പറ്റുമോ? സലാമില്ലാതെ സ്വലാത്ത് മാത്രം ഒതുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സ്വലാത്ത് ഇല്ലാതെ സലാം മാത്രം പറയാൻ പറ്റുമോ? അതിനെക്കുറിച്ചും പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഏറ്റവും നല്ലത് രണ്ടും ഉൾപ്പെടുത്തി പറയാം. സ്വലാത്തും സലാമും കൂടി പറയലാണ്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം എന്നിങ്ങനെ കൂട്ടി പറയലാണ് ഏറ്റവും മൗല. ഏതെങ്കിലും ഒന്ന് ചുരുക്കുക എന്നുള്ളത് കറാഹത്താണെന്ന് ഇമാം നവവിയെ പോലുള്ള ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി പറഞ്ഞത് കാണാം, ഇദാ സ്വല്ല അലൻ നബി. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇമാം നവവിന്റെ ഉദ്ധരണി എടുത്തു കൊടുക്കുന്നത് കാണാം, ഇദാ സ്വല്ല അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ഫൽയജ്മഅ ബൈന സ്വലാത്തി വത്തസ്ലീം, സ്വലാത്തും സലാമിനെയും ഒരുമിച്ച് കൂട്ടട്ടെ. ഫലാ യഖ്തസിർ അലാ അഹദിഹിമാ, ഏതെങ്കിലും ഒന്നിൽ അവൻ ചുരുക്കാതിരിക്കട്ടെ. ഫലാ യഖൂലു സല്ലല്ലാഹു അലൈഹി ഫഖത്ത് വലാ അലൈഹി സലാം ഫഖത്ത്, സല്ലല്ലാഹു അലൈഹി എന്ന് മാത്രം പറയാതിരിക്കുക, അല്ലെ അലൈഹിസ്സലാം എന്ന് മാത്രം പറയാതിരിക്കുക എന്നുള്ളതാണ് ഇമാം നവവി റഹ്മഹുല്ലാഹ് വിശദീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വഹാദല്ലദീ ഖാലഹു, ഇങ്ങനെ പറയുന്നത്, ഈ രീതിയിൽ ഒറ്റപ്പെടുത്തി ഒന്നുമൽ ചുരുക്കി പറയുക എന്നുള്ളത് മുൻതസഉൻ മിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, നമ്മൾ പറഞ്ഞ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്തിൽ നിന്ന് അതൊരു വിദൂരമാക്കപ്പെട്ടു എന്ന് ഇമാം നവവി റഹ്മഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ കറാഹത്തല്ല, ഒന്നിലും ഒതുക്കാം, സലാം പറയാതെ സ്വലാത്ത് മാത്രമായി പറയാം എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടുമാവാം ഏറ്റവും നല്ലത്, നമുക്ക് മനസ്സിലാക്കുന്ന പറ്റുന്ന കാര്യം രണ്ടും കൂടി പറയാൻ ഏറ്റവും ഖൈറാണ്, അതിൽ സംശയമില്ല. രണ്ടും ഒരുമിച്ച് പറയുക. അതല്ലാതെ സ്വലാത്തുമൽ മാത്രം പറഞ്ഞ സന്ദർഭങ്ങൾ ഇപ്പൊ പല കിതാബുകളും, മഹാനായ ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ് അതിന്റെ മുഖദ്ദിമയിൽ അദ്ദേഹം സലാം പറഞ്ഞിട്ടില്ല, സ്വലാത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ധാരാളം പണ്ഡിതന്മാരുടെ കിതാബ് എടുത്തു നോക്കിയാൽ ചില ആളുകൾ സ്വലാത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സലാം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രണ്ടും പറയലാണ് അഫ്ദൽ, ഒന്നുമേൽ ഒതുക്കുകയും ചെയ്യാം എന്നതുമായി നമ്മൾ ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. ഏതായാലും സലാത്ത് എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കി നമ്മൾ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ ആളുകളായി ജീവിക്കാനും ഹക്കിൽ അടിയുറച്ചു മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه